കേരള സർവകലാശാല സെനറ്റ് ഹാളിലെ ഭാരതാംബ വിവാദത്തിൽ രജിസ്ട്രാർ കെ.എസ്. അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത് വിസിയുടെ ഉത്തരവ്. രജിസ്ട്രാർ വിസിയോട് അനാദരവ് കാണിച്ചു, ചട്ടവിരുദ്ധമായി രജിസ്ട്രാർ പെരുമാറിയെന്നും ചൂണ്ടിക്കാട്ടിയാണ് നടപടി. നിയമപരമായി നേരിടുമെന്ന് കെ.എസ്. അനിൽകുമാർ പറഞ്ഞു. നിയമപരമായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചത്. അതുകൊണ്ട് നിയമപരമായി തന്നെ 100% എൻ്റെ കാര്യത്തിൽ വിജയം ഉറപ്പാണ്. അക്കാര്യം എൻ്റെ ഭാഗമാണ് ന്യായം. ഇപ്പോൾ ഈ ഒരു ഓർഡർ ഇറങ്ങിയിരിക്കുന്നത് നിയമവിരുദ്ധമാണ്. സർവകലാശാലയുടെ എൻ്റെ നിയമനാധികാരി സിൻഡിക്കേറ്റാണ്. സിൻഡിക്കേറ്റിൻ്റെ തീരുമാനപ്രകാരമാണ് ഞാൻ സർവകലാശാല രജിസ്ട്രാറായി പ്രവർത്തിക്കുന്നത്. വിസിയുടെ അമിതാധികാര പ്രയോഗമെന്നും സർക്കാർ ഇടപെടുമെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചു. വൈസ് ചാൻസലർക്ക് ഒരിക്കലും ഇല്ലാത്ത അധികാരമാണ് അദ്ദേഹം പ്രയോഗിച്ചിട്ടുള്ളത്. അമിതാധികാര സ്വേച്ഛാധിപത്യ പ്രയോഗം നടത്തിയിരിക്കുകയാണ്. വാസ്തവത്തിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ ചട്ടങ്ങളും നിയമങ്ങളും പ്രകാരം രജിസ്ട്രാർക്കെതിരെ ആക്ഷൻ എടുക്കാൻ വൈസ് ചാൻസലർക്ക് അധികാരമില്ല എന്നുള്ളതാണ്. മാത്രമല്ല, രജിസ്ട്രാർ ചാൻസലർ വേദിയിലെത്തുന്നതിന് വളരെ മുൻപ് തന്നെ ഈ നിർദ്ദേശം കൊടുത്തിട്ടുള്ളതാണ്. അവിടെ സംഘർഷാത്മകമായ ഒരു അന്തരീക്ഷം ഉരുത്തിരിഞ്ഞു വന്നപ്പോഴാണ് രജിസ്ട്രാർ അതിൽ ഇടപെട്ടിട്ടുള്ളത്. ഇതെല്ലാം വി സിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. വി സി ആ സ്ഥലത്ത് അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ തനിക്ക് ഇല്ലാത്ത അധികാരം അദ്ദേഹം ഇപ്പോൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. വി സി സംഘപരിവാർ ചട്ടുകമായെന്നും വി സിയുടെ ഉത്തരവിന് കേരളത്തിൽ കാലണയുടെ വില ലഭിക്കില്ലെന്നും സിൻഡിക്കേറ്റ് അംഗം ഷിജു ഖാൻ. രജിസ്ട്രാറെ നടപടിയെടുത്തു എന്ന വൈസ് ചാൻസലറുടെ വാദം, വൈസ് ചാൻസലറുടെ ഉത്തരവ് കേരളത്തിൽ കാലണയുടെ വില കൽപ്പിക്കാൻ പോകുന്നില്ല. സംഘപരിവാർ കൊടുക്കുന്ന ഉത്തരവുകൾ നടപ്പിലാക്കാനുള്ള സ്ഥാപനമല്ല കേരളത്തിലെ സർവകലാശാലകൾ.